ആദ്യം ശ്രീ ടി ജെ വിജു ട്രാക്കോ കേബിളിന്റെ മാനേജ്മെന്റ് ആണ് ഉണ്ണിയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബം പ്രതികരിച്ച ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് നിങ്ങളും ആവർത്തിക്കുന്നത്. അതായത് 15 മാസമായി ശമ്പളമില്ല, ഇനിയൊരു പാക്കേജ് ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുണ്ടാവുകയില്ല എന്ന് മാനേജ്മെന്റ് ഒരു തീരുമാനമെടുത്തു, അത് അറിയിച്ചു. ആ ഒറ്റ കാരണം തന്നെയാണ് ഈ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. അങ്ങനെ തന്നെയാണ് അസോസിയേഷന്റെ നിലപാടും, അല്ലേ? ആദ്യമായി ഞാനൊരു കാര്യം പറയാനുള്ളത്, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള വീഴ്ചകളെക്കുറിച്ച് ന്യൂസ് 18-ഉം അപർണയും ഒരു ചർച്ചയ്ക്കെടുത്തതിൽ ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ ഉണ്ണി അതിദാരുണമായി ഇന്നലെ ഉണ്ടായ ഒരു ചെറിയ ആരുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൊരു ചെറിയ ഒരു പെശക് മൂലം അത് മാനസികമായി ഉണ്ണിക്കുണ്ടായ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളുടെ ഭാഗമായിട്ടാണ് ഉണ്ണി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ട്രാക്കോ കേബിളിൽ മാസങ്ങളായി ശമ്പളമില്ല. പല തൊഴിലാളികളും വളരെയധികം പ്രയാസങ്ങളിലും മാനസിക വ്യതകളാലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ജോലിക്ക് വരുന്ന തൊഴിലാളികൾ ഒരു ദിവസം തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ മിക്കവാറും 300-400 രൂപ വരെ ചെലവ് വരുന്നു. 11 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടാതെയും ഈ ദൈനംദിനം നമ്മൾ ഈ കമ്പനിയിൽ വന്ന് പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിന് അപ്പുറമായിട്ട് എല്ലാവരുടെയും വീടുകളിലെ പ്രശ്നങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും, ഇതെല്ലാം ഈ ഞങ്ങളുടെയൊക്കെ ഏതാണ്ട് റിട്ടയർമെൻറ്റിൻ്റെ പരിധിയിൽ വന്ന് ഞങ്ങൾ നിൽക്കുകയാണ്. 2-3 വർഷം കഴിയുമ്പോഴേക്കും ഞങ്ങളൊക്കെ റിട്ടയർഡ് ചെയ്തു പോകും. അത്രത്തോളം തീവ്രമായ പ്രശ്നങ്ങൾ ഞങ്ങൾ അലട്ടുമ്പോൾ ഞങ്ങൾക്ക് ശമ്പളം പോലുമില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. വ്യവസായ മന്ത്രി പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഇത്രയും നാൾ ഞങ്ങൾ പിടിച്ചു നിന്നത്. അത് വ്യവസായ മന്ത്രിയുടെ വാക്ക്, ഈ MD-യുടെ വാക്കിൽ കൂടി ഈ പാക്കേജ് എന്ന് പറയുന്നത് ഒന്നും തരാനുള്ള ഉദ്ദേശമില്ല എന്ന് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെയോ ആ ഒരു സംസാരം പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്നത് ഇവിടുത്തെ തൊഴിലാളികളിൽ ഉണ്ടാക്കുന്ന മാനസിക പ്രയാസങ്ങൾ ചെറുതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കമ്പനി നിലനിൽക്കണമെന്നും ഈ കമ്പനിയിലെ ഭാവി തലമുറകൾക്ക് ഈ കമ്പനി കൈമാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. INTUC എന്നുള്ള നിലയിൽ ഞങ്ങൾ അവിടുത്തെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തതും. ഞങ്ങളൊരു സമരത്തിനോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സമയാസമയത്തിന് നൽകാത്ത വ്യവസായ വകുപ്പാണ് ഇന്ന് ഈ കമ്പനിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സമയാസമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ, കമ്പനിയിലുണ്ടാകുന്ന വീഴ്ചകൾ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ പലവട്ടങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പം വ്യവസായ മന്ത്രി പറയുന്നത് അത് ശരിയാക്കിക്കൊള്ളാം, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു ഒഴുക്കൽ മട്ടിലുള്ള മറുപടി പറഞ്ഞിട്ടാണ് ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഇപ്പോൾ തന്നെ നിലവിൽ 2 പേര് കമ്പനിയിൽ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. 1 വർഷം മുമ്പ് കോട്ടയത്തുള്ള ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഉണ്ട് സൂയിസൈഡ് ചെയ്ത്. പിൽക്കാലത്ത് ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഏതാണ്ട് സമാനമായ ചിന്താഗതിയിൽ കൂടി തന്നെയാണ് അത് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇനിയും ഇതിനകത്ത് കമ്പനിക്കകത്ത് ഒരാൾ സൂയിസൈഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ പലരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഈ സാമ്പത്തിക പ്രയാസങ്ങൾ തരണം ചെയ്യാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. ആ ഒരു മാനസിക പ്രയാസങ്ങൾ വെച്ചിട്ടാണ് എല്ലാ ദിവസവും ഈ ജോലിയെന്നും പറഞ്ഞുകൊണ്ട് ഈ കമ്പനിയിലേക്ക് ആളുകൾ വരുന്നത്. അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും കാണാനും ഒരു മാനേജ്മെൻറ്റോ ഒരു സർക്കാരോ ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. വളരെ സങ്കടത്തിൽ തന്നെയാണ് താങ്കൾ അത് പറയുന്നത്, എനിക്കറിയാം ശ്രീ വിജു. ഇതിനകത്ത് അപ്പോഴും ഈ വ്യവസായ വകുപ്പ് ഇതിനകത്ത് എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ നിലപാടില്ലായ്മയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പറയുന്നു. നിങ്ങൾ എല്ലാ വിഷയങ്ങളും കൃത്യമായി സമയാസമയത്ത് ഇത് അറിയിക്കുന്നുണ്ട്, പക്ഷേ അതിലൊരു ഉദാസീനത കാണിക്കുന്നുവെന്ന് സർക്കാർ പറയുന്നത്, അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത് സർക്കാർ കൊണ്ടുവരുന്ന പാക്കേജിനെതിരെ തൊഴിലാളികൾ സമരം നടത്തുകയാണ്, അതുകൊണ്ടാണ് ഈ പാക്കേജ് നടപ്പാകാത്തതെന്നാണ്. ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ?
തൊഴിലാളികൾ പാക്കേജിനെ കുറിച്ച് ഒരു വിധത്തിലും എതിർത്തിട്ടില്ല. ഞങ്ങൾക്ക് മന്ത്രി നടത്തിയ, അതായത് 7 മാസം മിനിസ്റ്റർ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി 250 കോടി രൂപയോളം ലയബിലിറ്റി ഉണ്ട്. ഈ ലയബിലിറ്റി പരിഹരിക്കാനായിട്ട് സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല. കമ്പനിയുടെ ഇരുമ്പനത്തെ യൂണിറ്റ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെയും കൊണ്ട് സാധിക്കില്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ, ആ മീറ്റിങ്ങിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മീറ്റിങ്ങിനകത്തുണ്ടായിരുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ആളുകളും ഒരു നിർദ്ദേശം വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഈ കമ്പനിയുടെ ഇപ്പം നിലവിലുള്ള പ്ലാന്റ്, ആ പ്ലാന്റ് ഏരിയ കഴിച്ചിട്ട് കുറച്ച് സ്ഥലം ഫ്രീ ലാൻഡായിട്ട് കിടപ്പുണ്ട്. ആ ഫ്രീ ലാൻഡ് മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും, ബാലൻസ് ഉള്ള സ്ഥലങ്ങളിൽ പ്ലാന്റ് നിലനിർത്തി ആ ഫ്രീ ലാൻഡ് മറ്റുള്ള ഇതിനുപയോഗിച്ച് ആ ഫണ്ട് കണ്ടെത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് നിർദ്ദേശമായിട്ട് അവിടെ വെച്ചത്. അപ്പോൾ അതിനകത്ത് മന്ത്രിയുടെ ഭാഗത്തുനിന്നും MDയുടെ ഭാഗത്തുനിന്നും പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലാൻഡ് മാത്രമായിട്ട്, അത് ഫ്രീ ലാൻഡ് മാത്രമായിട്ട് വരുന്നവർക്ക് പറ്റുന്നില്ല, അവർക്ക് കിട്ടുകയാണെങ്കിൽ മൊത്തം വേണം. മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 35.5 ഏക്കർ സ്ഥലമാണ് ഈ ട്രാക്കോ കേബിൾ ഇരുമ്പന യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലത്തിൽ മൊത്തം കിട്ടിയാലാണ് അതിനൊരു വരുന്ന ആളുകൾക്ക് പറ്റുള്ളൂ എന്നുള്ള നിലയിൽ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഈ സ്ഥാപനം 64 തുടങ്ങിയതാണ്. ഈ 64 തുടങ്ങിയതിന് ശേഷം 2 തലമുറ ഇതിൽ ജോലി ചെയ്ത് മുന്നോട്ട് കടന്നിരിക്കുന്നു. ഇനിയുള്ള തലമുറകൾക്ക് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴും അതിൽ നിന്നൊന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ വ്യവസായ വകുപ്പ് P രാജീവ് മിനിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനങ്ങളും അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ചർച്ച വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു മാർഗമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം നിലവിൽ 2-3 വർഷമാണ് സർവീസ് ഇനി പൂർത്തീകരിക്കാനുള്ള ആളുകളാണ് ഒരു 90% ഈ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത്. ബാലൻസ് ഉള്ള ആളുകൾക്ക് തിരുവല്ല യൂണിറ്റിലേക്ക് പോകാൻ പറ്റുന്ന ആളുകൾ പോകാനും, പിണറായി യൂണിറ്റിലേക്ക് പോകാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങോട്ട് പോകാനും, ബാലൻസ് ഉള്ള ആളുകൾക്ക് ഒരു ന്യായമായ ഒരു പാക്കേജ് കൂടി തന്നാൽ ഞങ്ങൾ ഇതിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മിനിസ്റ്റർ പറഞ്ഞു, ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കേജുമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അന്ന് ഞങ്ങൾക്ക് തന്ന ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഒരു പാക്കേജ് നടപ്പിലാക്കില്ല എന്നുള്ളൊരു ഉറപ്പാണ് അന്ന് മന്ത്രി ആ മീറ്റിങ്ങിൽ പറഞ്ഞത്. ആ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാക്കേജിന് വേണ്ടിയിട്ട് BTP എന്ന് പറഞ്ഞ ഒരു ഏജൻസിയെയും ഞങ്ങളുടെ MDയെയും ചുമതലപ്പെടുത്തി പാക്കേജ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി, ആ ഡ്രാഫ്റ്റ് ട്രേഡ് യൂണിയനുമായിട്ട് സംസാരിച്ച് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ മാത്രമാണ് ഈ പാക്കേജ് നടപ്പിലാക്കാമെന്നാണ് അന്ന് MD തന്ന ഉറപ്പ്. അതിനെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പിന്നീട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ്രുതഗതിയിൽ ഞങ്ങളുടെ പാക്കേജിനെ കുറിച്ച് മാത്രം ഒരു ചർച്ചയില്ല. കമ്പനിയുടെ ലാൻഡ് ഹാൻഡ് ഓവർ ചെയ്യുന്നതും ലാൻഡ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ MDനെ കണ്ട് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, അതൊക്കെ നമുക്ക് ശരിയാക്കാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പോകുന്നതല്ലാണ്ട് ലാൻഡിൻ്റെ പ്രശ്നമല്ലാതെ പാക്കേജിനെ കുറിച്ചൊന്നും പറയാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ ഞങ്ങളുടെ ശമ്പളം ഇപ്പോൾ 11 മാസം, നാളെ 12 മാസം ശമ്പളം, ഈ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഈ പാക്കേജ് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു രീതിയിലും ഞങ്ങൾ നീങ്ങിയിട്ടില്ല. പക്ഷേ പാക്കേജ് അപ്പോഴും ഞങ്ങൾക്ക് മാന്യമായ ഒരു പാക്കേജ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്.